ഹായ് ഓൾ ഇന്നത്തെ എൻ്റെ മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സാറ്റർഡേ വ്ളോഗാണ് കേട്ടോ. ഇന്ന് മോൾക്ക് ക്ലാസ് ഇല്ല, ട്യൂഷനാണെങ്കിൽ വൈകുന്നേരം ഉണ്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീക്കാൻ. പിന്നെ ഇത് വന്നിട്ട് എലിപ്പെട്ടിയാണ്. ഇവിടെ എലിയുടെ ശല്യം ഉണ്ട് കേട്ടോ, പക്ഷേ അതിൽ എലി പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും മോൻ എണിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മോനെ എടുത്ത് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. പിന്നെ ഇതേ കുട്ടികൾക്കുള്ള ചായ എടുത്തു. പിന്നെ എനിക്കൊരു ഗ്ലാസ് ചായ എടുത്തിട്ടുണ്ട്. രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു ഉഷാറ് കമ്മി പോലെ തോന്നും കേട്ടോ. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ചോറും കറികളൊന്നും വെക്കണ്ട. ഇന്നലെ വെച്ച് ചോറുണ്ട്, പിന്നെ ഇന്നലെ കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ഉപ്പേരി വെക്കണം കേട്ടോ. പിന്നെ ഞാൻ വേഗം പോയി അലക്കിയിട്ടു. പിന്നെ ആ തുണികളൊക്കെ വേഗം വിരിച്ചിട്ടു കേട്ടോ. പിന്നെ ഈ സൈഡുള്ള ചെടികൾക്കെല്ലാം രാവിലെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ ചെടികളൊക്കെ വാടുണ്ട്. ഈ ഷീറ്റിൻ്റെ ചൂട് കൊണ്ടാണ് തോന്നുന്നു. ഞാൻ വെള്ളം ഒഴിക്കുന്ന കണ്ടപ്പോഴേക്കും മോനും വെള്ളം ഒഴിക്കണം വേണ്ടി അവൻ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ചോറ് തിളപ്പിക്കാൻ നോക്കിയപ്പോഴാണ് ചോറ് കേട് വന്നിട്ടുണ്ട്. അതിൽ അങ്ങനെ വെള്ളം പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ 5 മണിയാകുമ്പോൾ ചോറ് വെക്കും. ഇത്ര നേരത്തെ വെക്കുന്നത് കൊണ്ടാണ് തോന്നുന്നു ചോറ് വേഗം കേട് വന്നത്. പൊതുവെ ചൂടുകാലമാകുമ്പോൾ പെട്ടെന്ന് ചോറ് കേട് വരും. പിന്നെ ഞാൻ ചോറ് കളഞ്ഞു. കാരണം നമുക്ക് ഇവിടെ വേറെ കന്നിച്ചട്ടിയിലൊന്നും കൊട്ടാനൊന്നും തരില്ല. അവിടെ വേസ്റ്റിൽ തന്നെ കൊണ്ട് കളയണം. അത് കൊണ്ട് കളഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം വീണ്ടും അരിയിട്ട് ഞാനിത് ഈ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മോൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും കേട്ടോ. പിന്നെ അപ്പോഴേക്കും ഞാൻ വേഗം ഒന്ന് വീടൊക്കെ ഒന്ന് അടിച്ചു വിട്ടു. അപ്പോഴേക്കും എൻ്റെ മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നും കറികളൊന്നും വെക്കുന്നില്ല, ഒന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും ഉപ്പേരി വെക്കാമെന്ന് വേണ്ടിയിരുന്നാണ്. അപ്പോൾ എൻ്റെ ഇക്ക പോയിട്ട് കിലോപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മത്തി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മത്തി വേണ്ട, കിലോപ്പി മതി വേണ്ടിട്ട് 1/2 കിലോ കിലോപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ നമ്മൾ കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറാവണമല്ലോ ഉള്ളൂ കൊണ്ട് കുട്ടികൾക്ക് കുറച്ച് മാഗി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ മാഗി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം ഒന്ന് ഉള്ളൊക്കെ ഒന്ന് തുടച്ച് വിടാൻ നിന്നിട്ടുണ്ടായിരുന്നു. വേഗം അടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒന്ന് തുടച്ച് വിട്ടിട്ട് പിന്നെ ബാക്കി ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. ഇന്നിപ്പോൾ കുളിയെല്ലാം കഴിയുമ്പോൾ കുറച്ച് വൈകും. കാരണം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് ക്ലീനിങ് എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ ഉള്ളൊക്കെ ഒന്ന് തുടച്ച് വിട്ട ശേഷം ഞാൻ ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് വിട്ടു. അപ്പുറത്ത് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അത് അപ്പുറത്ത് എടുത്ത് വെച്ചിട്ട് പിന്നെ അടുപ്പത്തിട്ടൊക്കെ ഒന്ന് തുടച്ച ശേഷം വീണ്ടും നമുക്ക് ഈ ചോറെടുത്ത് ഇപ്പുറത്ത് വെക്കാൻ. പിന്നെ ഇവിടെ നമുക്ക് വലിയതായിട്ട് ശ്രദ്ധിക്കേണ്ടല്ലോ. ഇനിയിപ്പോൾ എന്താണെങ്കിലും മീനൊക്കെ നന്നാക്കിയിട്ട് കറി വയ്ക്കുമ്പോൾ ആവും. എന്നാലും അതൊന്ന് തുടച്ച് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു സമാധാനം. അപ്പം അതെല്ലാം തുടച്ച് വിട്ട ശേഷം ഞാൻ ഫുഡ് കഴിക്കായിരുന്നു. ഇക്ക പിന്നെ ഹോട്ടലിൽ പോയിട്ട് നെയ് റോസ്റ്റ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ചോറാവുന്നല്ലോ ഉണ്ട്, എന്തെങ്കിലും ഉണ്ടാക്കാൻ പറയുമ്പോഴേക്കും ഇക്ക വേണ്ടാന്ന് പറഞ്ഞിട്ട് നെയ് റോസ്റ്റും ചമ്മന്തിയും ചട്നി അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിച്ച ശേഷം ഞാൻ കിലോപ്പി നന്നാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കിലോപ്പിയിൽ ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മുളക് പൊടി, ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ വന്നിട്ട് ഇക്കാൻ്റെ വീട്ടിൽ വന്നിട്ട് നമ്മൾ ഇത് മീനിലേക്ക് വന്നിട്ട് ചെറിയുള്ളി, ജീരകം, അതുപോലെ തന്നെ മുളക് പൊടി ഇതെല്ലാം കൂടി അമ്മിക്കല്ലിൽ അരയ്ക്കും. എന്നിട്ട് മീനിൽ തേക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, നല്ല മണമായിരിക്കും കേട്ടോ. പിന്നെ ഇതേ ഉച്ചയായി, എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ഇതേ ചോറെല്ലാം കൊടുത്തിട്ട് ഞാൻ കുറച്ച് കഞ്ഞി എടുത്തിട്ടുണ്ടായിരുന്നു. കഞ്ഞിയും മീൻ വറുത്തതെല്ലാം കൂട്ടിയിട്ട് ഞാനുണ്ടു. പിന്നെ വൈകുന്നേരമായപ്പോൾ പെട്ടെന്ന് എനിക്ക് പുഴുക്ക് ഉണ്ടാക്കാൻ തോന്നി കേട്ടോ. അപ്പോൾ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പുഴുക്കെല്ലാം ഉണ്ടാക്കി. പിന്നെ ഇതേ കുട്ടികൾക്കുള്ള ചായ എല്ലാം എടുത്തിട്ടോ. ഇന്ന് മോൾക്ക് വൈകുന്നേരം കേട്ടോ ട്യൂഷൻ. അപ്പോൾ ഇന്ന് മോളിനൊന്ന് കൊണ്ടാക്കാൻ പോകണം. ഇവിടെ അടുത്ത് തന്നെയാണ്, പക്ഷേ മോൾ ഒറ്റയ്ക്ക് എപ്പോഴും പോവില്ല കേട്ടോ. ഞാൻ കൊണ്ടാക്കാൻ തന്നെ പോണേ. പോകുന്ന വഴിക്ക് ഒരു വീട്ടിലിതേ ഈ ഒരു പൂവുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു പൂ കാണാൻ കുഞ്ഞു പൂക്കളാണ്, പക്ഷെ നല്ല ഭംഗിയാണല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മോളിനെ കൊണ്ടാക്കിയിട്ട് വരുന്ന വഴി ഈ ഒരു വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീട് ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.